ഹായ് ഡിയർ സ്റ്റുഡൻസ്, A+ ട്യൂഷൻ സെന്ററിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് 10ാം ക്ലാസ്സിന്റെ കെമിസ്ട്രിയിലെ ചാപ്റ്റർ 2 ആയ ഓർഗാനിക് സംയുക്തങ്ങളുടെ രാസപ്രവർത്തനം അല്ലെങ്കിൽ കെമിക്കൽ റിയാക്ഷൻസ് ഓഫ് ഓർഗാനിക് കോമ്പൗണ്ട്സ് എന്ന ചാപ്റ്ററിന്റെ ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻസ് ആണ്. അപ്പൊ നമുക്ക് ഫസ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, സ്റ്റാർട്ടിംഗ് ഫ്രം കാർബൺ മോണോക്സൈഡ്, ഹൗ വിൽ യു പ്രിപ്പയർ ദ ഫോളോയിങ് കോമ്പൗണ്ട്സ്? കാർബൺ മോണോക്സൈഡിൽ നിന്ന് ആരംഭിച്ച് താഴെ പറയുന്ന സംയുക്തങ്ങൾ എങ്ങനെ തയ്യാറാക്കാം? അപ്പൊ ആദ്യം നമുക്ക് ഉണ്ടാക്കേണ്ടത് എന്താണ്? മെത്തനോൾ ആണ് ഉണ്ടാക്കേണ്ടത്. മെത്തനോൾ എങ്ങനെ ഉണ്ടാക്കാം? കാർബൺ മോണോക്സൈഡ് വെച്ചിട്ട് എങ്ങനെയാ മെത്തനോൾ ഉണ്ടാക്കാം? മെത്തനോൾ എന്ന് പറയുന്നത് ട്രീറ്റിംഗ് കാർബൺ മോണോക്സൈഡ് വിത്ത് ഹൈഡ്രജൻ ഇൻ ദ പ്രസൻസ് ഓഫ് കാറ്റലിസ്റ്റ്. ഉൾപ്രേരകത്തിന്റെ സാന്നിധ്യത്തിൽ കാർബൺ മോണോക്സൈഡിനെ ഹൈഡ്രജൻ ആയിട്ട് പ്രവർത്തിക്കുമ്പോഴാണ് നമുക്ക് എന്ത് കിട്ടുന്നത്? മെത്തനോൾ കിട്ടുന്നത്. കാർബൺ മോണോക്സൈഡ് 2 മോളിക്യൂൾ ഓഫ് ഹൈഡ്രജനുമായിട്ട് റിയാക്ട് ചെയ്യുമ്പോൾ എന്താണ് ഇവിടെ? ഉൾപ്രേരകം അല്ലെങ്കിൽ കാറ്റലിസ്റ്റ് ഉണ്ട് 573 കെൽവിൻ. നമുക്ക് എന്ത് കിട്ടും? മെത്തനോൾ കിട്ടും. CH3OH ആണ് മെത്തനോൾ. അടുത്തത് എഥനോയിക് ആസിഡ് ഉണ്ടാക്കണം. എഥനോയിക് ആസിഡ് എങ്ങനെ ഉണ്ടാക്കുക? കാർബൺ മോണോക്സൈഡ് വെച്ചിട്ടുള്ളത് തന്നെയാണ് ചോദിക്കുന്നത്. അപ്പൊ കാർബൺ മോണോക്സൈഡ് വെച്ചിട്ട് എങ്ങനെ എഥനോയിക് ആസിഡ് ഉണ്ടാക്കുക? ബൈ ട്രീറ്റിംഗ് മെത്തനോൾ വിത്ത് കാർബൺ മോണോക്സൈഡ്. നമ്മൾ മെത്തനോളിനെയാണ് എന്ത് ചെയ്യുന്നത്? മെത്തനോളിനെയാണ് കാർബൺ മോണോക്സൈഡ് ആയിട്ട് ട്രീറ്റ് ചെയ്യുന്നത് ഇൻ ദ പ്രസൻസ് ഓഫ് കാറ്റലിസ്റ്റ്. ഉൾപ്രേരകത്തിന്റെ സാന്നിധ്യത്തിൽ മെത്തനോളിനെയാണ് കാർബൺ മോണോക്സൈഡുമായിട്ട് നമ്മൾ പ്രവർത്തിപ്പിക്കുന്നത്. അപ്പോ മെത്തനോൾ ഉണ്ടാക്കണമെങ്കിൽ കാർബൺ മോണോക്സൈഡിനെ ഹൈഡ്രജൻ ആയിട്ടാണ് പ്രവർത്തിക്കുന്നത്. അതുപോലെ എഥനോയിക് ആസിഡ് ഉണ്ടാക്കണമെങ്കിൽ മെത്തനോളിനെയാണ് കാർബൺ മോണോക്സൈഡ് ആയിട്ട് പ്രവർത്തിക്കുന്നത്. സെക്കൻഡ് ക്വസ്റ്റ്യൻ, റൈറ്റ് ദ കെമിക്കൽ ഇക്വേഷൻ ഓഫ് റിയാക്ഷൻ ഫോർ ദ ഫോർമേഷൻ ഓഫ് കോമ്പൗണ്ട്. ഇതില് രണ്ടാമത്തേതായ എഥനോയിക് ആസിഡ് ഉണ്ടാക്കുന്ന കെമിക്കൽ റിയാക്ഷൻ ആണ് ചോദിക്കുന്നത്. അതെങ്ങനെ എഴുതാം? ആദ്യം നമ്മൾ എന്ത് എഴുതണം? CH3OH ആയ മെഥനോൾ എഴുതണം. CH3OH മെഥനോൾ എന്തുമായിട്ടാണ് ട്രീറ്റ് ചെയ്യുന്നത്? കാർബൺ മോണോക്സൈഡ് ആയിട്ടാണ് ട്രീറ്റ് ചെയ്യുന്നത്. ഇവിടെ എന്ത് വേണം? കാറ്റലിസ്റ്റ് വേണം. നമുക്ക് എന്ത് കിട്ടും? നമ്മുടെ കോമ്പൗണ്ട് ആയ എഥനോയിക് ആസിഡ് കിട്ടും. CH3COOH. ഇതാണ് എഥനോയിക് ആസിഡ് എന്ന് പറയുന്നത്. CH3COOH. CH3COOH. ഇതാണ് ഇക്വേഷൻ വരുന്നത്. അപ്പൊ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ക്ലിയർ ആയെന്ന് വിശ്വസിക്കുന്നു. സെക്കൻഡ് ക്വസ്റ്റ്യൻ നോക്കാം. When ethyl alcohol is treated with a carboxylic acid in presence of concentrated H2SO4, a compound having a smell of pineapple is obtained. Ethyl ആൽക്കഹോളുമായി ഒരു കാർബോക്സിലിക് ആസിഡ് ഗാഢ H2SO4ന്റെ സാന്നിധ്യത്തിൽ പ്രവർത്തിപ്പിച്ചപ്പോൾ കൈതച്ചക്കയുടെ മണമുള്ള ഒരു സംയുക്തം ലഭിച്ചു. അപ്പോ വാട്ട് ഈസ് ദ ജനറൽ നെയിം ഓഫ് ദ പ്രൊഡക്റ്റ്? അപ്പൊ ഇതിന്റെ ജനറൽ നെയിം എന്താണ്? നമുക്കറിയാം, നല്ല സ്മെല്ല്, പൈനാപ്പിളിന്റെ സുഗന്ധമുള്ള പ്രൊഡക്റ്റ് കിട്ടണമെങ്കിൽ എന്തായിരിക്കും അത്? എന്തായാലും അതെന്തായിരിക്കും? എസ്റ്റർ തന്നെ ആയിരിക്കും. എസ്റ്ററിന് മാത്രമാണ് നമ്മൾ പഠിച്ചതിൽ എന്തുള്ളത്? നല്ല ഫ്രാഗ്രൻസ് ഉണ്ട്. പഴങ്ങളുടെയും പൂക്കളുടെ എല്ലാം സുഗന്ധം ഉള്ളത് ആർക്കാണ്? എസ്റ്റർ ആണ് എന്നാണ് നമ്മൾ പഠിച്ചിട്ടുള്ളത്. അപ്പോ ജനറൽ നെയിം എന്ന് പറയുന്നത് എസ്റ്റർ ആണ്. എസ്റ്ററുകൾ അടുത്ത റൈറ്റ് ദ കെമിക്കൽ ഇക്വേഷൻ ഓഫ് ഫോർമേഷൻ ഓഫ് ദിസ് പ്രൊഡക്റ്റ്. അപ്പൊ ഇതിന്റെ കെമിക്കൽ ഇക്വേഷൻ എഴുതണം. അതുപോലെ തന്നെ റൈറ്റ് ദ IUPAC നെയിം ഓഫ് ദ പ്രൊഡക്റ്റ്. അപ്പൊ പൈനാപ്പിളിന്റെ സ്മെല്ല് എന്ന് പറയുമ്പോൾ നമുക്കറിയാം അത് ഏതാണ്? നമ്മൾ ഓരോന്നും പഠിച്ചിട്ടുണ്ട്. ബനാന, പൈനാപ്പിൾ, ഓറഞ്ച്, ജാസ്മിൻ ഫ്ലവർ, അങ്ങനെ ഓരോന്നും പഠിച്ചിട്ടുണ്ട്. അതിൽ പൈനാപ്പിളിന്റെ സ്മെല്ല് വരുന്നതിന്റെ IUPAC നാമം എന്താണ്? ഈഥൈൽ ബ്യൂട്ടനോയേറ്റ് ആണ് അതിന്റെ പേര്. ഈഥൈൽ ബ്യൂട്ടനോയേറ്റ്. ഈഥൈൽ ബ്യൂട്ടനോയേറ്റ് ആണ് അതിന്റെ പേര്. അപ്പോ ഇതെങ്ങനെയാ ഉണ്ടാക്കുന്നത്? കെമിക്കൽ ഇക്വേഷൻ എന്ന് പറയുന്നത് എന്ത് എഴുതാം നമുക്ക്? ബിയുടെ ആൻസർ എന്താണ്? എന്തെല്ലാം കൂടി ചേർന്നിട്ടാണ് ഈഥൈൽ ബ്യൂട്ടനോയേറ്റ് കിട്ടുന്നത്? ബ്യൂട്ടനോയിക് ആസിഡും എത്തനോളും. ബ്യൂട്ടനോയിക് ആസിഡും എത്തനോളും കൂടി ചേർന്നിട്ടാണ് നമുക്ക് എന്ത് കിട്ടുന്നത്? ഈഥൈൽ ബ്യൂട്ടനോയേറ്റ് കിട്ടുന്നത്. അപ്പൊ ബ്യൂട്ടനോയിക് ആസിഡിന്റെ കെമിക്കൽ ഫോർമുല എങ്ങനെ എഴുതാം? CH3, എത്ര കാർബൺ ആറ്റം വേണം? 4 വേണം. CH2,
CH2 COOH. അതിന്റെ ഒപ്പം എന്താണ് വേണ്ടത്? ബ്യൂട്ടനോയിക് ആസിഡും അതുപോലെ തന്നെ എത്തനോളും. എത്തനോളിന്റെ കെമിക്കൽ ഫോർമുല എന്ന് പറയുന്നത് CH3 CH2 OH. പിന്നെ നമുക്ക് എന്ത് ചെയ്യാം? ഇത് എന്തുമായിട്ടാ റിയാക്ട് ചെയ്യുന്നത്? കോൺസെൻട്രേറ്റഡ് H2SO4 ആയിട്ട് റിയാക്ട് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? എങ്ങനെ എഴുതാം? CH3 ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്തതാണ്. CH2 പിന്നെ COO വരെ എഴുതണം അല്ലെ? H ഒഴിവാക്കിയിട്ട് COO വരെ എഴുതണം. ബാക്കി എന്ത് ചെയ്യണം? അടുത്ത കോമ്പൗണ്ടിന്റെ CH2 CH അതിങ്ങനെ ഇങ്ങോട്ട് എഴുതണം. CH2 CH3 OH ഒഴിവാക്കിയിട്ട് ഇങ്ങനെ വേണം എഴുതാൻ. CH2 CH3. അതിന്റെ ഒപ്പം നമുക്ക് എന്തും കൂടി കിട്ടുന്നുണ്ട്? പ്ലസ് H2O കൂടി കിട്ടുന്നുണ്ട്. പ്ലസ് H2O. അപ്പോ ഇതാണ് എന്തെന്ന്? ഈഥൈൽ ബ്യൂട്ടനോയേറ്റ് എന്ന് പറയുന്നത്. ഇത് ബ്യൂട്ടനോയിക് ആസിഡ് ആണ്. ഇത് എത്തനോൾ ആണ്. അപ്പോ ബ്യൂട്ടനോയിക് ആസിഡും എത്തനോളും കൂടി ചേർന്നിട്ട് നമുക്ക് എന്ത് കിട്ടും? ഈഥൈൽ ബ്യൂട്ടനോയേറ്റ് കിട്ടും. അപ്പൊ ജനറൽ നെയിം എന്ന് പറയുന്ന എസ്റ്റർ ആണ്. IUPAC നെയിം എന്ന് പറയുന്ന ഈഥൈൽ ബ്യൂട്ടനോയേറ്റ് ആണ്. അതുപോലെ തന്നെ കെമിക്കൽ ഫോർമുല എന്ന് പറയുന്നത്, കെമിക്കൽ ഇക്വേഷൻ എന്ന് പറയുന്നത് നമ്മളിപ്പോ ചെയ്ത ബ്യൂട്ടനോയിക് ആസിഡും എത്തനോളും കൂടി ചേരുമ്പോഴാണ് എന്ത് കിട്ടുന്നത്? ഈഥൈൽ ബ്യൂട്ടനേറ്റ് ആയ ഈ ഒരു പൈനാപ്പിൾ സ്മെല്ലുള്ള എസ്റ്റർ കിട്ടുന്നത്. അപ്പൊ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. എ പോളിമർ ഈസ് യൂസ്ഡ് ടു കോട്ട് ദ ഇന്നർ സൈഡ് ഓഫ് കുക്ക് വെയർസ്. പാചകപാത്രങ്ങളുടെ ഉൾവശം പൂശാൻ ഒരു പോളിമർ ഉപയോഗിക്കുന്നു. അപ്പൊ നമ്മൾ പഠിച്ചിട്ടുണ്ട്, പാചക പാത്രങ്ങളിലെല്ലാം അതിന്റെ നോൺ സ്റ്റിക്കിലെല്ലാം ഉണ്ടാവുന്ന ആ സാധനത്തിന് നമ്മൾ എന്താ വിളിക്കുക? അതിന് നമ്മൾ എന്ത് പറയും? ടഫ്ലോൺ എന്നാണ് പറയുന്നത്. എന്ത് പറയും? ടഫ്ലോൺ. ടഫ്ലോൺ എന്ന് പറയും. ഇനി ഈ പോളിമറിന്റെ സാധാരണ നാമവും IUPAC നാമവും എഴുതണം. അപ്പൊ സാധാരണ നാമമാണ് നമ്മളിപ്പോ എഴുതിയ ടഫ്ലോൺ എന്ന് പറയുന്നത്. ടഫ്ലോൺ. അതുപോലെ തന്നെ IUPAC നാമം എന്താണ്? IUPAC നാമം എന്ന് പറയുന്നത് പോളി ടെട്രാ ഫ്ലൂറോ ഈഥീൻ ആണ്. ഈഥെയിൻ അല്ല, ഈഥീൻ. ഈഥീൻ ആണ്, അത് മാറിപ്പോകരുത്. പോളി ടെട്രാ ഫ്ലൂറോ ഈഥീൻ. സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്, പക്ഷെ കുറച്ച് ഇൻഡയറക്റ്റ് ആയിട്ടാണ് ചോദിച്ചത്. പോളിമർ ഈസ് യൂസ്ഡ് ടു കോട്ട് ദ ഇന്നർ സൈഡ് ഓഫ് കുക്ക് വെയർ. ഡയറക്റ്റ് ടഫ്ലോൺ എന്താണെന്നോ അതിന്റെ യൂസ് എന്താണെന്നോ അല്ല ചോദിച്ചത്. ഇത് ഇന്നർ സൈഡ് ഓഫ് കുക്ക് വെയർ, അതിന് ഉപയോഗിക്കുന്ന പോളിമർ ഏതാണെന്നാ ചോദിച്ചത്. പാത്രങ്ങളുടെ ഉൾവശം പൂശാൻ ഉപയോഗിക്കുന്ന പോളിമർ ഏതാണെന്നാ ചോദിച്ചത്. അത് ടഫ്ലോൺ ആണ്. അതിന്റെ IUPAC നാമം പോളി ടെട്രാ ഫ്ലൂറോ ഈഥീൻ. അതിന്റെ മോണോമറും പോളിമർ, അതിന്റെ എല്ലാ കോമ്പൗണ്ടിന്റെയും മോണോമറും പോളിമറൊക്കെ നിങ്ങൾ പഠിക്കണം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. നൈലോൺ 66 is a very useful polymer. ഇപ്പൊ നൈലോൺ 66 എന്ന് പറയുമ്പോൾ അത് ഏതിൽ വരുന്നതാണ്? കണ്ടൻസേഷൻ പോളിമറൈസേഷനിൽ വരുന്നതാണ് നൈലോൺ 66. വാട്ട് ആർ ദ മോണോമേഴ്സ് ഓഫ് നൈലോൺ 66? അപ്പോ അത് ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻ ആണ്. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആണ്. കഴിഞ്ഞ വർഷം ചോദിച്ച ക്വസ്റ്റ്യൻ ആണ് ഇത്. കഴിഞ്ഞ വർഷം ഓണപരീക്ഷയ്ക്ക് ചോദിച്ച ഒരു ക്വസ്റ്റ്യൻ ആണ്. വാട്ട് ആർ ദ മോണോമേഴ്സ് ഓഫ് നൈലോൺ 66? അപ്പൊ എന്താണ് നൈലോൺ 66ന്റെ മോണോമർ എന്ന് പറയുന്നത്? നമ്മൾ പഠിച്ചിട്ടുണ്ട്. എന്താണ്? അഡിപ്പിക് ആസിഡ് പ്ലസ് ഹെക്സാമെത്തിലീൻ ഡയമീനും. ഹെക്സാമെത്തിലീൻ ഡയമീൻ. അഡിപ്പിക് ആസിഡും ഹെക്സാമെത്തിലീൻ ഡയമീനും ആണ് നൈലോൺ 66ന്റെ മോണോമർ എന്ന് പറയുന്നത്. റൈറ്റ് എനി വൺ യൂസ് ഓഫ് നൈലോൺ 66. അപ്പൊ നൈലോൺ 66ന്റെ കുറെ ഉപയോഗങ്ങൾ നമ്മൾ പഠിച്ചിട്ടുണ്ട്. എന്തൊക്കെ പഠിച്ചിട്ടുണ്ട്? മാനുഫാക്ചറിങ് ഓഫ് ഫാബ്രിക്സ്, കോംസ്, ബ്രിസിൽസ് ഓഫ് ബ്രഷസ്, അങ്ങനെ കുറെ പഠിച്ചിട്ടുണ്ട്. മാനുഫാക്ചർ ഓഫ് ഫാബ്രിക്സ്, എന്തുണ്ടാക്കാൻ? വസ്ത്രങ്ങൾ ചീർപ്പൊക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് എന്ത് ഉപയോഗിക്കുന്നുണ്ട്? നൈലോൺ 66 ഉപയോഗിക്കുന്നുണ്ട്.
അപ്പൊ നൈലോൺ 66 എന്ന് പറയുന്നത് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു പോളിമർ ആണ്. അതിന്റെ മോണോമർ എന്ന് പറയുന്നത് അഡിപ്പിക് ആസിഡും ഹെക്സാമെത്തിലിൻ ഡയമീനും ആണ്. അതിന്റെ ഒരു യൂസ് എന്ന് പറയുന്ന കുറെ ഉപയോഗങ്ങൾ നമ്മൾ പഠിച്ചിട്ടുണ്ട്. മാനുഫാക്ചറിങ് ഓഫ് ഫാബ്രിക്സ്, കോംബ്, അതുപോലെ തന്നെ ബ്രിസിൽസ് ഓഫ് ബ്രഷസ്, അതൊക്കെയാണ്. ബ്രഷുകളുടെ നാര്, പിന്നെ വസ്ത്രങ്ങള്, അതൊക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് നൈലോൺ 66 ഉപയോഗിക്കുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, the following is a structural formula of a compound belonging to the group of aromatic compounds of flowers and fruits. അപ്പോ ഒരു സ്ട്രക്ചറൽ ഫോർമുല തന്നിട്ടുണ്ട്. വാട്ട് ഈസ് ദ ഫങ്ഷണൽ ഗ്രൂപ്പ് ഇൻ ഇറ്റ്? അപ്പോ ഇവിടെ എന്തുണ്ട്? COO ഉണ്ട്. COO വന്നാൽ അത് ഏത് ഫങ്ഷണൽ ഗ്രൂപ്പ് ആണ്? ഏത് ഫങ്ഷണൽ ഗ്രൂപ്പ് എന്നാ നമ്മൾ പഠിച്ചേ? COO ഇല്ലതുകൊണ്ട് അതെന്താണ്? എസ്റ്റർ ആണ്. എസ്റ്റർ ആണ്. വാട്ട് ആർ ദ റിയാക്ടൻസ് റിക്വയർഡ് ഫോർ ദ പ്രിപ്പറേഷൻ ഓഫ് ദി സബ്സ്റ്റൻസ്? ഈ ഒരു സബ്സ്റ്റൻസ് ഉണ്ടാക്കാൻ ആവശ്യമായിട്ടുള്ള റിയാക്ടൻസ് ഏതെല്ലാം എന്നാ ചോദിച്ചത്. അപ്പൊ ഏതെല്ലാം വേണം? എസ്റ്റർ എങ്ങനെയാ ഉണ്ടാക്കുന്നത്? എസ്റ്റർ ഉണ്ടാക്കാൻ വേണ്ടി എന്തൊക്കെ ആവശ്യമുണ്ട്? കാർബോക്സിലിക് ആസിഡും എന്തൊക്കെ വേണം? കാർബോക്സിലിക് ആസിഡും വേണം, അതുപോലെ തന്നെ ആൽക്കഹോളും വേണം. അപ്പൊ ഈ ഒരു കോമ്പൗണ്ട് ഉണ്ടാക്കാൻ വേണ്ടിട്ട് ഏത് കാർബോക്സിലിക് ആസിഡും ഏത് ആൽക്കഹോളാണ് വേണ്ടത്? ഇവിടെ നോക്ക്, എത്ര കാർബൺ ആറ്റം ഉണ്ട്? COO വരെ 3 കാർബൺ ആറ്റം ഉണ്ട്. 1 2 3. അപ്പൊ അവിടെ എന്തായിരിക്കും വേണ്ടത്? ഏത് ആസിഡ് ആയിരിക്കും വേണ്ടത്? പ്രൊപ്പനോയിക് ആസിഡ് ആണ് വേണ്ടത്. പ്രൊപ്പനോയിക് ആസിഡ്. പിന്നെ ഒരു കോമ്പൗണ്ട് തന്നാല് നമ്മൾ അതിന്ന് എങ്ങനെയാണ് ആസിഡും ആൽക്കഹോൾ എഴുതണം എന്ന് പഠിച്ചിട്ടില്ലേ? എങ്ങനെ എഴുതും? CH3 CH2 COO, അതിന്റെ ഒന്നിച്ച് എന്ത് ചേർക്കും? ഒരു H ചേർക്കും. CH3 CH2 COO ഒന്നിച്ച് എന്ത് ചേർക്കും? ഒരു H ചേർക്കുമ്പോൾ അതെന്തായി? കാർബോക്സിലിക് ആസിഡ് ആയി. അതുപോലെ പ്രൊപ്പനോയിക് ആസിഡും പിന്നെ ഇനി ആൽക്കഹോള്. ഇവിടെ എത്ര കാർബൺ ഉണ്ട്? 2 കാർബൺ. 2 കാർബൺ ആണെന്നുള്ളത്. അപ്പൊ 2 കാർബൺ വരുമ്പോൾ എന്തായിരിക്കും? ഏത് ആൽക്കഹോൾ ആയിരിക്കും? എത്തനോൾ ആയിരിക്കും. എത്തനോൾ. എത്തനോളിന്റെ കെമിക്കൽ ഫോർമുല എന്താണ്? CH3 CH2. ഇതിന്റെ ഒപ്പം എന്ത് ചേർക്കണം? ഇങ്ങനെ എഴുതാം, CH3 CH2. അതിന്റെ ഒന്നിച്ച് എന്ത് ചേർക്കണം? ഒരു OH ചേർക്കണം. അപ്പൊ കാർബോക്സിലിക് ആസിഡ് എഴുതാൻ വേണ്ടി CH3 CH2 COO വരെ എഴുതിയിട്ട് അതിന്റെ ഒപ്പം എന്ത് ചേർത്താൽ മതി? ഒരു H ചേർത്താൽ മതി. അതുപോലെ ആൽക്കഹോൾ എഴുതാൻ വേണ്ടി ഇവിടുന്ന് ഇങ്ങോട്ട് എഴുതാം, CH3 CH2. അത് കഴിഞ്ഞിട്ട് എന്ത് ചേർക്കാം? ഒരു OH ചേർക്കാം. അപ്പോ ഇതിന്റെ റിയാക്ടൻസ്, ഈ സംയുക്തം തയ്യാറാക്കാൻ ആവശ്യമായ പ്രതിപ്രവർത്തനങ്ങൾ എന്ന് പറയുന്നത് എന്താണ്? അഭികാരങ്ങൾ എന്ന് പറയുന്നത് പ്രൊപ്പനോയിക് ആസിഡും എത്തനോളും ആണ്. റൈറ്റ് ഇറ്റ്സ് IUPAC നെയിം. അപ്പൊ ഇതിന്റെ IUPAC നെയിം എന്താണ്? ഇതിന്റെ IUPAC നെയിം എന്താണ് വരുന്നത്? ഇവിടെ 2 കാർബൺ ആറ്റം ഉണ്ട്. ഇവിടെ 2 കാർബൺ ആറ്റം ഉണ്ട്. അപ്പൊ എന്ത് വരും? ഈഥൈൽ എത്തനോയേറ്റ് എന്ന് വരും. എന്ത് വരും? സിയുടെ ആൻസർ എന്ന് പറയുന്നത് ഈഥൈൽ എത്തനോയേറ്റ്. ഈഥൈൽ എത്തനോയേറ്റ് എന്നാണ് വരുന്നത്. റൈറ്റ് ദ കെമിക്കൽ ഇക്വേഷൻ ഇൻഡിക്കേറ്റിംഗ് ദിസ് റിയാക്ഷൻ. ഈ റിയാക്ഷന്റെ കെമിക്കൽ ഇക്വേഷൻ എഴുതാനാണ് പറയുന്നത്. അപ്പൊ ആദ്യം നമ്മൾ എന്ത് എഴുതണം? നമ്മുടെ പ്രൊപ്പനോയിക് ആസിഡ് എഴുതാം. CH3 CH2 COOH. പ്രൊപ്പനോയിക് ആസിഡ്. ആദ്യം കാർബോക്സിലിക് ആസിഡ് എന്തുമായിട്ടാണ് റിയാക്ട് ചെയ്യുന്നത്? ആൽക്കഹോൾ ആയിട്ടാണ് റിയാക്ട് ചെയ്യുന്നത്. അപ്പൊ ഇവിടുത്തെ ആൽക്കഹോൾ എന്ന് പറയുന്നത് എന്താണ്? എഥനോൾ ആണ്. CH3 CH2 OH. നമ്മൾ നേരത്തെ എഴുതിയതാണ് ഏതെല്ലാം റിയാക്ടൻസ് ആണെന്നില്ലായിരുന്നു. പ്രൊപ്പനോയിക് ആസിഡും എത്തനോളും ഇത് രണ്ടും റിയാക്ട് ചെയ്യും. എന്തിന്റെ പ്രസൻസില്? കോൺസെൻട്രേറ്റഡ് H2SO4 ഉപയോഗിച്ചിട്ട് റിയാക്ട് ചെയ്യും. അപ്പൊ നമുക്ക് എന്ത് കിട്ടും? CH3 CH2 ഈ പ്രൊഡക്റ്റ് കിട്ടും. COO CH2 CH3. അപ്പോ ഈ ഒരു ഫോർമുല നമുക്ക് തന്നിട്ടുണ്ട്. ഇതിനകത്തു നിന്നാണ് നമ്മൾ എന്ത് കണ്ടുപിടിച്ചത്? റിയാക്ടൻസ് കണ്ടുപിടിച്ചത്. എങ്ങനെയാ കണ്ടുപിടിച്ചത്? ഈ CH3 CH2 COO ഒന്നിച്ച് H ചേർക്കുമ്പോൾ അതെന്തായി? കാർബോക്സിലിക് ആസിഡ് കിട്ടി. അപ്പൊ ഇവിടെ എന്താണ്? പ്രൊപ്പനോയിക് ആസിഡ് ആണ് കിട്ടിയത്. 3 കാർബൺ ആറ്റം ഉള്ള പ്രൊപ്പനോയിക് ആസിഡ് ആണ് നമുക്ക് കിട്ടിയത്. അതുപോലെ അതിന്റെ ഒപ്പം ആൽക്കഹോളും കൂടി വേണം. കാർബോക്സിലിക് ആസിഡും ആൽക്കഹോളും കൂടി ചേർത്തല്ലേ എസ്റ്റർ ഉണ്ടാവുന്നത്. അപ്പൊ കാർബോക്സിലിക് ആസിഡ് കിട്ടി. ഇനി ആൽക്കഹോൾ എന്ന് പറയുന്നത് ഇത് ഇങ്ങോട്ട് എഴുതാം, CH3 CH2. അതിന്റെ ഒപ്പം എന്ത് ചേർത്താൽ മതി? ഒരു OH ചേർത്താൽ മതി. അപ്പൊ അങ്ങനെ
ചേർക്കുമ്പോൾ കോൺസെൻട്രേറ്റഡ് H2SO4 പ്രസൻസിൽ റിയാക്ഷൻ നടക്കുമ്പോൾ നമുക്ക് എന്ത് കിട്ടി? നമ്മുടെ പ്രൊഡക്റ്റ് ആയിട്ടുള്ള ഈഥൈൽ എത്തനോയിട്ട് കിട്ടി. അപ്പോൾ കെമിക്കൽ ഇക്വേഷൻ നമ്മളിപ്പോ എഴുതി. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, നെയിം ദീസ് റിയാക്ഷൻസ്. ഇപ്പൊ ഇവിടെ റിയാക്ഷൻസ് തന്നിട്ടുണ്ട്, അതിന്റെ പേര് എഴുതണം, ഏത് റിയാക്ഷൻ ആണെന്ന് എഴുതണം. അപ്പൊ നമ്മൾ കുറെ പഠിച്ചിട്ടില്ല, അഡീഷൻ റിയാക്ഷൻ, സബ്സ്റ്റിറ്റ്യൂഷൻ, ആദേശ രാസപ്രവർത്തനം, അഡീഷൻ റിയാക്ഷൻ, പിന്നെ കമ്പഷൻ ജ്വലനം, പിന്നെ പോളിമറൈസേഷൻ, അങ്ങനെ കുറെ എണ്ണം പഠിച്ചിട്ടുണ്ട്. അത് ഏതാണെന്ന് ഇവിടെ എഴുതണം. അപ്പൊ ആദ്യത്തത് CH3 CH ഡബിൾ ബോണ്ട് CH2 പ്ലസ് H2. അപ്പൊ ഇവിടെ ആരുണ്ട്? ആദ്യം തന്നെ നമുക്ക് എന്ത് കാണാൻ പറ്റും? അവിടെ ഡബിൾ ബോണ്ട് കാണാൻ പറ്റും. അപ്പൊ ഡബിൾ ബോണ്ടും ഉണ്ട്, അതുപോലെ തന്നെ എന്ത് ചെയ്യുന്നുണ്ട്? 2 ഹൈഡ്രജൻ ആറ്റം ഉണ്ട്. ഇവിടെ എത്തുമ്പോ എന്തായി? ഈ ഡബിൾ ബോണ്ട് വന്നെടുത്ത് എന്താവും? CH3 സിംഗിൾ ബോണ്ട് അങ്ങനെ തന്നെ ആയി. ഇവിടെ CH ഡബിൾ ബോണ്ട് CH2, ആടെ എന്തായി? CHലെടുത്ത് CH2 ആയി. അപ്പൊ ഒരു ഹൈഡ്രജൻ എവിടെ പോയി? ആടെ പോയി, ആദ്യത്തെ കാർബൺ ആറ്റത്തിലേക്ക് പോയി. ഇനി അതിൽ എന്തുണ്ട്? വേറൊരു 2 ഹൈഡ്രജൻ ഇല്ലേ? അപ്പൊ അതെന്ത് ചെയ്യും? മറ്റേ ഹൈഡ്രജൻ എവിടെ പോയി? ഈ കാർബൺ ആറ്റത്തിലേക്ക് പോയി. അപ്പൊ ആടെ എന്താവും? അത് CH2, ആടെ എന്താവും? CH3 ആവും. CH ഡബിൾ ബോണ്ട് CH2 എന്നാണ് ഉള്ളത്, പ്ലസ് 2 ഹൈഡ്രജൻ ഉണ്ട്. അപ്പോ ഒരു ഹൈഡ്രജൻ എവിടെ പോവും? ഈ കാർബൺ ആറ്റത്തിലേക്ക് പോവും. അപ്പൊ ഇവിടെ CH2 ആവും. ഈ ഹൈഡ്രജൻ എന്താവും? ഇവിടത്തേക്ക് വരും. അപ്പൊ അതെന്താവും? CH3 ആവും. അപ്പൊ ഹൈഡ്രജൻ ആഡ് ചെയ്യുന്നുണ്ട്, അതുപോലെ തന്നെ ഇവിടെ ഡബിൾ ബോണ്ട് ഉണ്ട്. അപ്പൊ നമുക്ക് എന്ത് പറയാം? അത് എന്ത് റിയാക്ഷൻ ആണെന്ന് പറയാം? അതൊരു അഡീഷൻ റിയാക്ഷൻ ആണെന്ന് പറയാം. അപ്പൊ ഇത് അഡീഷൻ റിയാക്ഷൻ ആണ്. അഡീഷൻ റിയാക്ഷൻ ആണ്. അഡീഷൻ റിയാക്ഷൻ. ഇനി ബി എന്ന് പറയുന്നത് CH3 പ്ലസ് Cl2. അപ്പൊ CH3 സിംഗിൾ ബോണ്ട് CH3 ഉണ്ട്, പ്ലസ് Cl2 ആണുള്ളത്. അപ്പൊ നമുക്ക് എന്ത് എഴുതാം? ഇതിങ്ങനെ എഴുതി നോക്കാം. CH3 പ്ലസ് Cl. ഇവിടെ 2 Cl ഉണ്ട്. ഇവിടെ എന്താണുണ്ട്? CH3 CH2Cl പ്ലസ് HCl. ഇവിടെ എന്ത് ചെയ്യുന്നുണ്ട്? CH2Cl ആവുന്നുണ്ട്. അപ്പൊ എന്താവും? ഒരു ക്ലോറിൻ ആരെ റീപ്ലേസ് ചെയ്യും? ഒരു ഹൈഡ്രജനെ റീപ്ലേസ് ചെയ്യുന്നുണ്ട്. അപ്പൊ എന്താവും? CH3 CH2Cl ആവൂലേ? 2 ഹൈഡ്രജൻ ഓൾറെഡി ഉണ്ട്, ഒരു ഹൈഡ്രജനെയാണ് ക്ലോറിൻ റീപ്ലേസ് ചെയ്യുന്നത്. അപ്പൊ CH3 CH2Cl ആവും. പിന്നെ ആ റീപ്ലേസ് ചെയ്ത ഹൈഡ്രജൻ മറ്റു ക്ലോറിനായിട്ട് കൂടി ചേർന്നിട്ട് എന്ത് ഫോം ചെയ്യും? HCl പ്ലസ് HCl ഫോം ചെയ്യും. അപ്പൊ അത് ഏത് റിയാക്ഷൻ ആണ്? നമ്മൾ ഫസ്റ്റ് പഠിച്ച റിയാക്ഷൻ ആണ്. അത് ഏത് റിയാക്ഷൻ? സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷൻ ആണ്. ബിയുടെ ആൻസർ എന്ന് പറയുന്നത് സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷൻ. സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷൻ മലയാളത്തിൽ എന്ത് പറയും? ആദേശ രാസപ്രവർത്തനം എന്ന് പറയും. ആദേശ രാസപ്രവർത്തനം എന്ന് പറയും. ഇനി മൂന്നാമത്തെ നോക്കാം. CH4 plus 2O2 gives CO2 plus H2. അത് നമുക്ക് കാണുമ്പോൾ തന്നെ അറിയാം. ഇത് എന്ത് ചെയ്യുന്നുണ്ട്? ഒരു ഹൈഡ്രോ കാർബൺ ഓക്സിജനുമായിട്ട് റിയാക്ട് ചെയ്തിട്ട് കാർബൺ ഡൈ ഓക്സൈഡും വാട്ടറും ഫോം ചെയ്യുന്നുണ്ട്. അപ്പൊ അത് ഏതാണ്? ഹൈഡ്രോ കാർബൺ ഓക്സിജന്റെ പ്രസൻസിൽ കത്തുമ്പോ കാർബൺ ഡൈ ഓക്സൈഡും വാട്ടറും കിട്ടുന്നത് ഏത് റിയാക്ഷൻ ആണ്? നമ്മൾ പഠിച്ചിട്ടുണ്ട്, കമ്പഷൻ ആണ് അല്ലെ? കമ്പഷൻ റിയാക്ഷൻ ആണ്, അല്ലെങ്കിൽ എന്ത് പറയാ? ജ്വലനം എന്ന് പറയാം. അപ്പൊ ആദ്യത്തത് അഡീഷൻ റിയാക്ഷൻ, രണ്ടാമത്തത് സബ്സ്റ്റിറ്റ്യൂഷൻ അല്ലെങ്കിൽ ആദേശ രാസപ്രവർത്തനം, മൂന്നാമത്തത് കമ്പഷൻ അല്ലെങ്കിൽ ജ്വലനം എന്ന് പറയും. അപ്പൊ ഇത്രയും ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമന്റ്സിൽ ചോദിക്കാം. എല്ലാവരും ഇത് ക്ലാസ് കേൾക്കാം, എന്നിട്ട് ആൻസർ ഒക്കെ ചെയ്യാൻ പറ്റുന്നുണ്ടോ നോക്കാം. താങ്ക് യു.